ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ വരുന്ന വെള്ളിയാഴ്ച, അതായത് 21/2/2025 അന്ന് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ഒരു ലക്ഷ്മി പൂജയെക്കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നത്. വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു പൂജയാണ്. ഈ പൂജ ചെയ്ത് ഒരു 48 ദിവസത്തിന് മുൻപ് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അങ്ങനെ റിസൾട്ട് കിട്ടുമ്പോൾ തീർച്ചയായും നിങ്ങൾ വന്ന് ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ഇടാൻ പറ്റിയാൽ അത്രയും സന്തോഷം. എന്താണ് ഈ പൂജ ചെയ്താലുള്ള ഗുണങ്ങളെന്ന് ആദ്യം തന്നെ പറയാം. നമ്മൾ പണയം വെച്ചിരിക്കുന്ന സ്വർണം നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് പറ്റും. അതുപോലെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അതിൽ നിന്നും ഒരു രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരൊറ്റ ആഗ്രഹം അന്ന് മഹാലക്ഷ്മി ദേവിയുടെ പാദത്തിൽ സമർപ്പിച്ച് നിങ്ങൾ പൂജ ചെയ്താൽ 48 ദിവസം കൊണ്ടത് അമ്മ സാധിച്ചു തരും. മക്കളുടെ വിവാഹമാവാം, ഒരു വീടിൻ്റെ കാര്യം, വണ്ടിയുടെ കാര്യം, അതുപോലെ നിങ്ങളുടെ ആഗ്രഹം അത് എന്ത് തന്നെ ആയാലും മെറൂൺ കളറിലെ ഡ്രസ്സ് ധരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മെറൂൺ കളറിൽ ഗോൾഡൻ കളർ ബോർഡറുള്ള സാരിയോ കുർത്തീസോ എന്ത് വേണമെങ്കിലും ധരിക്കാം. ഇനി ഞങ്ങൾക്കിതില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട, ഉണ്ടെങ്കിൽ ധരിച്ചാൽ മതിയാവും. മെറൂൺ കളർ എന്ന് പറയുന്നത് രാഹുവിനെ ആക്ടിവേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ് നമ്മൾ മെറൂൺ കളർ ധരിക്കുന്നത്. സ്ത്രീകളെന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ്, മഹാലക്ഷ്മി എന്ന് പറയുന്നത് ശുക്രൻ. അപ്പം ഈ രാഹുവിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് ഈ മെറൂൺ കളറിലെ ഡ്രസ്സ് ധരിക്കുമ്പോൾ അവിടെ ലക്ഷ്മി ദേവിയെ വശ്യം ചെയ്യുക കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കവിടെ നല്ല ഫലങ്ങൾ ലഭിക്കും. അതുകൊണ്ട് ഈ കളർ ഡ്രസ്സ് കിട്ടിയാൽ തീർച്ചയായിട്ടും എല്ലാവരും ധരിക്കണം. ചെയ്യുന്നത് വളരെ നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുതരും. എങ്ങനെയാണ് പൂജ ചെയ്യേണ്ടത് എന്താണെന്നൊക്കെ നോക്കുന്നതിന് മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഞാൻ എന്തുകൊണ്ടാണ് ഈ വീഡിയോ നേരത്തെ ഇടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് ശേഖരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേരത്തെ വീഡിയോ ഇട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് വാങ്ങിച്ച് വെക്കാൻ സാധിക്കുമല്ലോ. ചിലവർക്ക് പൂക്കളൊക്കെ എപ്പോഴും ലഭ്യമാകണം എന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ വീഡിയോ ഇടുന്നത്. വെള്ളിയാഴ്ച അഷ്ടമി തിഥിയാണ്. ഞാൻ കഴിഞ്ഞ വെളുത്തപക്ഷ അഷ്ടമിക്ക് മഹാലക്ഷ്മി ദേവിയെ അഷ്ടമി പൂജ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു. വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലി അഷ്ടലക്ഷ്മി പൂജ ചെയ്യുന്നത് നമുക്ക് എപ്പോഴും നല്ല ഫലങ്ങളെ നൽകുള്ളൂ. അത് 2 അഷ്ടമികളിലും ചെയ്യാം. കൂടുതൽ ഫലം കിട്ടുന്നത് വെളുത്തപക്ഷ അഷ്ടമിയിലാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇത് വെള്ളിയാഴ്ചയോടുകൂടി അഷ്ടമി വരുമ്പോൾ നമ്മൾ അഷ്ടലക്ഷ്മിമാരെ പൂജിക്കുന്നത് സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണമാകും. അന്ന് വെള്ളിയാഴ്ച രാവിലെ 6 മണി മുതൽ 7 മണി വരെയുള്ള ശുക്രഹോര സമയത്ത് ഈ പൂജ ചെയ്യുന്നതാണ് ഏറ്റവും ഗുണപ്രദം. കാരണം അന്ന് അഷ്ടമി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 11:55 വരെയേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഷ്ടമി തിഥി തീരും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് ആ ഒരു സമയത്ത് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും രാവിലെ 9 മണിക്കുള്ളിൽ ചെയ്യണം. ഇനി നിങ്ങൾക്കതും സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ വൈകിട്ട് ചെയ്യാവുന്നതാണ്. ഒരു 5:30 മുതൽ രാത്രി 9 മണി വരെ, അതിൽ തന്നെ രാത്രി 8 മണി മുതൽ 9 മണി വരെയുള്ള ശുക്രഹോര സമയത്ത് ചെയ്യാൻ സാധിച്ചാൽ അതും നല്ലതാണ്. ഇനി പൂജ ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അഷ്ടലക്ഷ്മിമാരുടെ ഒരു ഫോട്ടോയാണ്. അഷ്ടലക്ഷ്മിമാരുടെ ഫോട്ടോ എന്ന് പറയുമ്പോൾ ചിലവരുടെ കയ്യിൽ ഉണ്ടാകും, ചിലവരുടെ വീട്ടിൽ കുബേരനും അതുപോലെ തന്നെ അഷ്ടലക്ഷ്മിമാരുമുള്ളതായിരിക്കും. ചിലപ്പം വെങ്കടേശ്വര ഭഗവാനും അഷ്ടലക്ഷ്മിമാരുമുള്ളതായിരിക്കും. എങ്ങനെയുള്ള ഫോട്ടോ ആയാലും കുഴപ്പമില്ല, അഷ്ടലക്ഷ്മി ഫോട്ടോ. ഇനി ഇതില്ല, പകരം അഷ്ടലക്ഷ്മി വിളക്കുണ്ടെങ്കിൽ ആ വിളക്കിനെ നമ്മൾ പൂവൊക്കെ വെച്ച് ദേവിയായി അലങ്കരിച്ച് പൂജ ചെയ്യാവുന്നതാണ്. ഇനി ഇതൊന്നുമില്ല, ഞങ്ങൾക്ക് വാങ്ങാനും നിർവാഹമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും ഫോണിലൊരു ഫോട്ടോ എടുത്ത് അത് മുൻപിൽ വെച്ച് പൂജ ചെയ്യാം. കാരണം ഇതിനു വേണ്ടി നിങ്ങളൊരു ഫോട്ടോ മേടിക്കുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതുകൊണ്ടാണ്. ഇനി നിങ്ങളുടെ വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ദിവസം ഒരു അഷ്ടലക്ഷ്മി ഫോട്ടോ മേടിക്കാവുന്നതാണ്, അത്രമാത്രം. അപ്പം നമ്മൾ എവിടെയാണോ പൂജ ചെയ്യുന്നത് ആ ഭാഗം നല്ല ശുദ്ധമാക്കി വൃത്തിയാക്കിയതിന് ശേഷം അവിടെ അഷ്ടലക്ഷ്മി ഫോട്ടോയോ വിളക്കോ വെക്കുക. അതിന് മുൻപിലായി 8 ഗ്ലാസിൻ്റെ പാത്രം വെക്കുക. കുഞ്ഞ് പ്ലേറ്റ് മതിയാകും. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം നിങ്ങൾക്ക് ചെറിയതായിട്ട് വാഴയില മുറിച്ചെടുക്കാം. അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ വെറ്റില എടുക്കാം. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കടകളിൽ നിന്നൊക്കെ
പേപ്പർ പ്ലേറ്റ് മേടിക്കാൻ കിട്ടും. പ്ലാസ്റ്റിക് മേടിക്കരുത്, പേപ്പർ വളരെ ചെറുത് കുഞ്ഞത് മതിയാവും. അത് വാങ്ങിക്കുക. ഇതിലേതെങ്കിലും ഒന്ന് വാങ്ങിച്ച് ആ ഫോട്ടോയ്ക്ക് മുമ്പിൽ നിരത്തി വെക്കുക 8 എണ്ണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ പച്ചരി ഇടണം. ഒരു പിടി പച്ചരി ഇട്ടാൽ മതിയാവും. 8 പ്ലേറ്റിലും പച്ചരി ഇടുക. അതിന് പുറത്ത് നമ്മൾ 8 താമരപ്പൂക്കൾ, അതായത് 8 പാത്രത്തിലും 8 ഓരോ താമരപ്പൂക്കൾ വെച്ച്, ഈ 8 താമരപ്പൂക്കൾ സൂചിപ്പിക്കുന്നത് 8 ലക്ഷ്മിമാരെയാണ്. അപ്പം 8 താമരപ്പൂക്കൾ. ഇനി നിങ്ങൾക്ക് താമരപ്പൂക്കൾ കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ റോസപ്പൂ വെക്കാം. വേറെ യാതൊരു ഓപ്ഷനും ഇല്ല. ഒന്നെങ്കിൽ താമരപ്പൂ അല്ലെങ്കിൽ റോസപ്പൂ. താമരപ്പൂവാണ് ഏറ്റവും ഗുണപ്രദം. ഇല്ല എന്നുണ്ടെങ്കിൽ റോസപ്പൂ വെച്ചാൽ മതിയാവും. ഇനി നിങ്ങളുടെ കയ്യിൽ സ്വർണ്ണാഭരണം ഉണ്ടെങ്കിൽ, അതെന്തുമായിക്കൊള്ളട്ടെ, ഉണ്ടെങ്കിൽ അതും വെക്കുക. കാരണം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ സ്വർണത്തെ പൂജിച്ചാൽ അത് നമുക്ക് തിരിച്ച് അതേപോലെ ഡബിളായിട്ട് വരുമെന്നുള്ളതാണ് ഒരു വിശ്വാസം. അതുകൊണ്ടാണ് അന്നത്തെ ദിവസം നമ്മൾ സ്വർണം വെക്കുന്നത്. ഇപ്പം നിങ്ങളുടെയൊക്കെ കയ്യിൽ സ്വർണ്ണ കോയിൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്വർണ്ണ കോയിൻ വെക്കാം. അതല്ല സ്വർണ്ണ വള, ഇപ്പം 8 വളയൊക്കെ, 1 പവൻ്റെ 8 വളയുണ്ടെന്നുണ്ടെങ്കിൽ അത് വെക്കാവുന്നതാണ്. അത് വെക്കുമ്പം എങ്ങനെ വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 8 ലക്ഷ്മിമാരെ സൂചിപ്പിച്ച് നമ്മൾ 8 താമരപ്പൂ അല്ലെങ്കിൽ 8 റോസാപ്പൂ വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ മുകളിലോട്ട് വെച്ചാൽ മതി. അതിൻ്റെ മുകളിലോട്ട് ഓരോ വളയായിട്ട് വെക്കാം. നാണയമുണ്ടെങ്കിൽ അതിന് മുകളിൽ ഓരോ നാണയം വെക്കാം. ഇനി ഇത്രയൊന്നും ഞങ്ങളുടെ കയ്യിൽ ഇല്ല എന്ന് പറയുന്നവരുടെ കയ്യിൽ ഒരു കുഞ്ഞു മൂക്കൂത്തിയേ ഉള്ളെങ്കിലും, മൂക്കിൽ കിടക്കുന്നതാണെങ്കിലും അത് ഊരുമ്പോൾ വെള്ളിയാഴ്ച ദിവസം ഊരിയെടുക്കാൻ പാടില്ല. കാരണം വെള്ളിയാഴ്ച ദിവസം നമ്മുടെ ശരീരത്തിൽ നിന്ന് സ്വർണ്ണങ്ങൾ ഊരാൻ പാടില്ലെന്നാണ് പറയുന്നത്. വ്യാഴാഴ്ച തലേ ദിവസം വ്യാഴാഴ്ച തന്നെ ഊരി ഒരൽപ്പം മഞ്ഞളിനകത്ത് അത് മുക്കി നല്ല വൃത്തിയാക്കി ശുദ്ധമാക്കി കഴുകിയെടുത്തതിന് ശേഷം അത് ലക്ഷ്മി ദേവിയുടെ ഏതെങ്കിലും ഒരു പൂവിൻ്റെ അടുത്ത്, ഒന്നെങ്കിൽ ആ പച്ചരിക്ക് മുകളിൽ വെക്കാം. അതല്ല പൂവിൻ്റെ മുകളിൽ വെക്കാൻ പറ്റുന്നത്. ഇപ്പോൾ മൂക്കൂത്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൂവിൻ്റെ മുകളിൽ വെച്ചാൽ നമുക്ക് കാണുക പോലുമില്ല. അപ്പോൾ അത് ആ പച്ചരി ഏതെങ്കിലും ഒരു പ്ലേറ്റിൽ വെച്ചാൽ മതി. അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാല, വള പോലുള്ള വലിയ വലിയ സ്വർണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ പൂവിൻ്റെ മുകളിലായിട്ട് വെക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് അർച്ചന ചെയ്യുകയാണ്. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖുചക്ര ഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ. ഇതിൻ്റെ അർത്ഥം പറഞ്ഞ് ഞാൻ നാളെ ഒരു വീഡിയോ ഇടുന്നതാണ്. അപ്പം ഈ മന്ത്രം ചൊല്ലിയാണ്, ഈ അഷ്ടലക്ഷ്മി സ്തോത്രം ചൊല്ലിയാണ് നമ്മൾ അർച്ചന ചെയ്യുന്നത്. അർച്ചന ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റോസപ്പൂ ഉപയോഗിക്കാം, താമരപ്പൂ ഉപയോഗിക്കാം, മുല്ലപ്പൂ ഉപയോഗിക്കാം, മരിക്കൊഴുന്ത്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, മരിക്കൊഴുന്ത് കിട്ടിയാൽ ഉപയോഗിക്കാം, ചെമ്പകം ഉപയോഗിക്കാം, അതുപോലെ തന്നെ തുളസിയിലയും കൂവളത്തിലയും ഉപയോഗിക്കാം. മണമുള്ള എന്ത് പുഷ്പങ്ങളും ഈ ഒരു പൂജയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഓരോ അഷ്ടകം ചൊല്ലുമ്പോഴും ഓരോ പൂവിന് അർച്ചന ചെയ്യുക. അങ്ങനെ 8 പൂവിനും 8 അഷ്ടകം ചൊല്ലി ഒപ്പം ഫലശ്രുതിയും ചൊല്ലി നമ്മുടെ അഷ്ടലക്ഷ്മി സ്തോത്രം അവിടെ അവസാനിപ്പിക്കുക. ശേഷം അമ്മയ്ക്ക് നിവേദ്യം. ഇവിടെ സമർപ്പിക്കേണ്ട നിവേദ്യം എന്ന് പറയുന്നത് നമ്മൾ ഭഗവാൻ ഗണേശന് ഉണ്ടാക്കുന്ന കൊഴുക്കട്ടയാണ്. പക്ഷേ അതിൽ നിന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത് ശർക്കര നല്ല രീതിയിൽ നമ്മൾ തേങ്ങ ഇടണം. ഒപ്പം തന്നെ കാഷ്യൂനട്ടും മുന്തിരിയും, അതായത് ഉണക്കമുന്തിരിയും അതിൽ ചേർക്കണം. അത് നിർബന്ധമാണ്. ബാക്കിയുള്ളതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവുകൾ എടുക്കുന്നത് കുഴപ്പമില്ല. പക്ഷേ കാഷ്യൂനട്ട്, മുന്തിരി, നല്ല രീതിയിൽ തേങ്ങ, ശർക്കരയോ പഞ്ചസാരയോ അവനവൻ്റെ ഇഷ്ടമനുസരിച്ച് ചേർക്കാം. അത് 8 എണ്ണം ഉണ്ടാക്കി വെക്കാൻ പറ്റിയ അത്രയും നല്ലത്. ഇല്ലെങ്കിൽ അവനവൻ എത്ര പറ്റുമോ അത്രയും. ഒപ്പം ഇടിയപ്പത്തിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കാൻ പറ്റിയാൽ അതും നല്ലത്. ഇത് രണ്ടും വെക്കാം. ഇല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് വെച്ചാലും മതിയാവും. ശേഷം അമ്മയ്ക്ക് നമ്മൾ ദീപധൂപ ആരതി എടുത്ത് നമ്മുടെ പൂജ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ പൂജയൊക്കെ കഴിഞ്ഞു. ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് എല്ലാവരെയും കൊണ്ടും പറ്റില്ല എന്ന് എനിക്കറിയാം, പക്ഷേ എന്നാലും പറയുമ്പോൾ പ്രോപ്പർ വേയിൽ തന്നെ പറയണമല്ലോ. അതായത് 8 സുമംഗലികളായ സ്ത്രീകളെ അന്നത്തെ ദിവസം വീട്ടിൽ വിളിച്ചു വരുത്തി അവർക്ക് നമ്മൾ ഈ വരമഹാലക്ഷ്മി പൂജയ്ക്കൊക്കെ നമ്മൾ താമ്പൂലം കൊടുക്കുമല്ലോ, അതുപോലെ താമ്പൂലം കൊടുക്കുക എന്നുള്ളതാണ്. അത് എത്ര പേർക്ക് പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് പറ്റുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചെയ്യാം. ഇനി അത് പറ്റില്ല എന്നോർത്ത് ആരും വിഷമിക്കേണ്ട. അതിന് പകരമുള്ളൊരു വഴി, അന്നത്തെ ദിവസം വെള്ളിയാഴ്ച നിങ്ങളുടെ വീടിനടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോകുക. അതേത് ദേവിയായാലും പ്രശ്നമില്ല. കാളിയമ്മയാവാം, ഭദ്രാദേവിയാവാം, ഭഗവതിയാവാം,
ലക്ഷ്മി ദേവിയാകാം, സരസ്വതിയാകാം, ഏത് ദേവിയാണെങ്കിലും ആ ദേവിയെ പോവുക. എല്ലാ അമ്പലങ്ങളിലും പട്ട് മേടിക്കാൻ കിട്ടും. ദേവിക്ക് ചാർത്താൻ ഒരു നല്ല മെറൂൺ കളറിലെയോ അല്ലെങ്കിൽ റെഡ് കളറിലെയോ ഒരു പട്ട് മേടിക്കുക. കൂടെ തന്നെ മുല്ലപ്പൂവ്, താമരപ്പൂവ്, റോസാപ്പൂവ് എന്താണോ അവിടെ കിട്ടുന്നത് അത്. ഒപ്പം പച്ച കളറിലെയോ മെറൂൺ കളറിലെയോ കുപ്പിവള. പിന്നെ മഞ്ഞൾ, കുങ്കുമം, ഒപ്പം മഞ്ഞ കളറിലെ ചരട്, അത് താലിയെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ നല്ല മണമുള്ള സാമ്പ്രാണിയും ഒരു കൂട് കർപ്പൂരം അല്ലെങ്കിൽ വിളക്കത്തിരി, അങ്ങനെ 8 മംഗള പൊരുൾകൾ അന്നത്തെ ദിവസം നമ്മൾ അമ്മയ്ക്ക് അവിടെ നടക്കൽ സമർപ്പിച്ച് അമ്മയോട് പ്രാർത്ഥിക്കുക. 8 സുമംഗരികൾക്ക് കൊടുക്കാൻ നമ്മൾക്ക് പറ്റില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ദേവിക്ക് ഇത് സമർപ്പിക്കുന്നത്. ഇതും ചെയ്യണം. അപ്പോൾ ഇതും ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ പൂർണ്ണമായിട്ടുള്ള ഫലം കിട്ടുകയുള്ളൂ. ഇത്രയും ചെയ്ത് നിങ്ങൾ അന്നത്തെ ദിവസം ലക്ഷ്മി പൂജ ചെയ്ത് നോക്കൂ. നല്ല രീതിയിൽ തന്നെയുള്ള നിങ്ങളുടെ ആഗ്രഹ സാധ്യം 48 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം അമ്മ മഹാമായ സാധിച്ചു തന്നിരിക്കും. ധനത്തിന് ഒരല്പം കൂടി നമ്മുടെ വീട്ടിൽ ഉയർച്ചയുണ്ടാവുന്നതായിരിക്കും. എല്ലാവരും ഈ പൂജ ചെയ്യണം. ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഫലങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ഇടണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.